നമസ്കാരം. സുനിത കുക്ക് ഹൗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിതേ ഈ ചേമ്പിൻ്റെ താളാണ് കേട്ടോ തോരൻ വയ്ക്കുന്നത്. ഇതിന് ചീമച്ചേമ്പെന്നും പാൽച്ചേമ്പെന്നും ഒക്കെ പറയും കേട്ടോ. ഇതിൻ്റെ ദേ ഈ തട ഇങ്ങനെ നമ്മൾ ചേമ്പും താളെന്നാണ് കേട്ടോ അതിന് പറയുന്നത്. ഇങ്ങനെ കെട്ടിയെടുത്തിട്ട് ഇത് നമുക്കൊന്ന് തോരൻ വെക്കാം കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഒരു ചട്ടി ഞാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇതുപോലെ ചെറുതായിട്ടരിഞ്ഞ ചേമ്പിൻ്റെ ഈ തട ഇതങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നമുക്ക് മിക്സ് ചെയ്തിട്ട് അടുപ്പത്ത് വെച്ചാലും മതി കേട്ടോ. ഞാനിപ്പോൾ ഒരു സൗകര്യത്തിന് വേണ്ടി അങ്ങനെ ചെയ്യുന്നതാണ്. ഇനി ഇതാ ഉണക്കമീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതേത് തരം ഉണക്കമീൻ നമുക്കിതിന് എടുക്കാം കേട്ടോ. ഇതിപ്പം കൊച്ചു പരവ എന്ന് പറയുന്ന ഒരു ഉണക്കമീനാണ്. പലയിടത്തും പല പേരാണ് ഇത് പറയുന്നത്. ഇനി അരപ്പ്, പച്ചമുളക്, ചെറിയ ഉള്ളി, തേങ്ങ, മഞ്ഞൾപ്പൊടി ഇത്രയുണ്ട്. അല്ലാതെ വെളുത്തുള്ളിയും ജീരകമൊന്നും അരക്കില്ല കേട്ടോ. എന്നിട്ട് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടങ്ങ് കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാണ്. ഇത് നമുക്ക് ശരിക്കും മിക്സ് ചെയ്ത് റെഡിയാക്കി അടുപ്പിൽ വെച്ചാലും മതി കേട്ടോ. പക്ഷെ അടുപ്പിൽ വെച്ച് കഴിഞ്ഞിട്ട് അടുപ്പിൽ സ്റ്റൗവിലാണെങ്കിൽ നന്നായിട്ട് തീ കത്തിക്കണം. ഇത് വാടിപ്പോകാൻ പാടില്ല. ഒട്ടും വെള്ളം ചേർക്കണ്ട. ഈ ചേമ്പിൻ്റെ താഴിൽ തന്നെ വെള്ളമുണ്ട്. പിന്നെ നമ്മളെ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചില്ലേ, ആ വെള്ളവും ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഒതുക്കി ഒന്ന് വെച്ച് കൊടുത്തിട്ട് സ്വല്പം കറിവേപ്പിലയോട് ചേർത്ത് കൊടുത്തിട്ട് അടച്ച് വയ്ക്കാം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒന്ന് തുറന്നു നോക്കി. അപ്പോൾ അതിൽ നന്നായിട്ട് വെള്ളം വന്നിട്ടുണ്ട്. ചട്ടി ഒന്ന് ചുറ്റിച്ചും കൂടെ കൊടുത്തൊന്ന് ഇളക്കിയിട്ട് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് പച്ചമുളക് വേണേൽ ചെറുതായിട്ട് അതും കൂടെ വേണേൽ 2 അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി ഉപ്പൊക്കെ ഉണ്ടോ നോക്കാം. ഉപ്പ് ഞാൻ ഒട്ടും ചേർത്തിട്ടില്ല, ഉപ്പ് മീനായതുകൊണ്ട് തന്നെ. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണേ. നമുക്ക് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഇനി ഈ വെള്ളം ഈ ചട്ടിയിൽ നിന്നൊക്കെ തന്നെ ഒന്ന് തോർന്നോളൂ. താങ്ക് യു.